തട്ടിക്കോ തട്ടിക്കോ, ഓരോ ചെറുതായിട്ട് തട്ടിക്കോ. ചാള ഏപ്രിൽ മാസം 20-ാം തീയതി ഉള്ള ഒരു കാഴ്ച. എങ്ങ് നോക്കിയോ, അവരെയും കൂടെ നോക്കിയോ. ഓക്കെ ഓക്കെ. ഓരോ ഹോളിലും ഓരോ ചാളമീൻ. രാത്രി 11 മണിക്കും മീനുകളൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്നുണ്ടോ എന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നു. ലൈവായിട്ട് തന്നെ നമ്മുടെ കൂട്ടുകാർ കാണാം. 5-ൽ കൂടുതൽ വള്ളക്കാർ ചാളമീനും മത്തി എന്നറിയപ്പെടുന്ന ചാളമീനുമായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വിഴിഞ്ഞം ഫിഷ് ലാൻഡിൽ വന്നിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വേഗം തന്നെ വരാൻ നോക്കുക കേട്ടോ. നിങ്ങൾ രാവിലെയൊക്കെ ഇപ്പോൾ മീനൊക്കെ വളരെ കുറവാണ്. ഈ രാത്രി സമയം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. നിങ്ങൾക്ക് ലാഭത്തിലൊക്കെ മീനുകൾ വാങ്ങാം. അതായത് നമ്മുടെ കടപ്പുറത്ത് കണ്ട വിലയ്ക്ക് തന്നെ വാങ്ങാൻ പറ്റും കേട്ടോ. വില ഒരുപാട് കുറവാണെന്ന് പറഞ്ഞിട്ട് ആരും വരാൻ നിൽക്കണ്ട. അതുപോലെ കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാർ വേഗം തന്നെ വരാൻ നോക്കുക കേട്ടോ. ഇനി വള്ളങ്ങൾ 4-5 വള്ളക്കാരൊക്കെ ഇനി വരാനുണ്ടെന്നാണ് പറയുന്നത്. ഇത് പണിക്ക് പോയ ആൾക്കാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ചാളമീൻ ഇതൊന്നും അടിച്ചു മാറ്റാനായിട്ട് പറ്റത്തില്ല. കാരണം മീനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒരു ഹോളിൽ ഒരു മീൻ എന്ന കണക്കിനാണ്. ഇന്നലെയൊക്കെ നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അവിടെ പോയപ്പോഴേ അവർക്ക് ഇന്നലെ ഉള്ള വള്ളക്കാർക്ക് മീനുകൾ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലാത്തവർക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. ഏപ്രിൽ 20-ാം തീയതി രാത്രി 10 മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം, നമ്മൾ സ്ഥിരം വീഡിയോ ചെയ്യുന്ന നമ്മുടെ വിഴിഞ്ഞം ഫിഷ് ലാൻഡിലുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത്. നമ്മൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ രണ്ട് ഏരിയയാണ്. അറിഞ്ഞൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അത് നമ്മുടെ മൊഹിദ്ദീൻ പള്ളിയാണ്, ഇത് നമ്മുടെ വിഴിഞ്ഞം ക്രിസ്ത്യൻ മേഖലയാണ് കേട്ടോ. നമ്മൾ സ്ഥിരം വീഡിയോ ചെയ്യുന്ന ഏരിയയാണ് ഇത് കേട്ടല്ലോ. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വേഗം തന്നെ വരാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്ക് വലിയൊരു വ്യൂവോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മളിപ്പോൾ സ്ഥിരം മീനിൻ്റെ വീഡിയോ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഏതായാലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം രാവിലെയൊക്കെ കച്ചവടത്തിന് പോകുന്ന കൂട്ടുകാർക്ക് നിങ്ങൾക്ക് 1-2 കുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള കാശ് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അഥവാ ലേലവിളിയോ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറങ്ങളുള്ള വിലയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. പക്ഷെ മാർക്കറ്റിൽ എത്തുമ്പോഴത്തേക്ക് ഇതേ വിലയിലായിരിക്കത്തില്ല നമ്മുടെ കൂട്ടുകാർ കിട്ടുന്നത്. അതും കൂടെ നമ്മുടെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കണേ. നമ്മുടെ പ്രധാന ലേലം വിളിക്കുന്ന നമ്മുടെ അജി ഇവിടെ വന്നിട്ട്. അജി, എപ്പോൾ ഇവിടെ ലേലം വിളി എപ്പോൾ ആരംഭിക്കും? ഒരു 10-11 മണിയാകുമ്പോൾ തുടങ്ങും. 11 മണിയാകുമ്പോൾ തുടങ്ങും അല്ലേ? ഇന്നലെ നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അവിടെ ഈ ചാളമീൻ ഉള്ളതായിട്ട് അറിഞ്ഞിരുന്നു. ഉണ്ട്, നമ്മളെ വീഡിയോ കണ്ടിരുന്നു ഇന്നലെ. ഇവിടെ പറഞ്ഞിട്ടു നമ്മളെ വീഡിയോ കണ്ടിരുന്നു ഇന്നലെ. ചാളമീനൊക്കെ ഉള്ളതായിട്ട് കണ്ട. ഓക്കെ, അതനുസരിച്ചിട്ടാണ് നമ്മൾ ചേട്ടന്മാരെ പണിക്ക് പോയതല്ലേ? ഓക്കെ എന്നാ. അപ്പോൾ അജി പ്രധാന ഇവിടുത്തെ ലേലവിളിക്കാരനാണ്. അപ്പോൾ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ വള്ളക്കാരൊക്കെ ഇന്നലെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നത്.